അലർജി ഉള്ള ആളുകൾ പ്രധാനമായിട്ടും ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് മൂക്കടപ്പ്. രാത്രി കാലങ്ങളിൽ കൂടുതലായിട്ട് മൂക്കടപ്പ് ഉണ്ടാവും, അതുപോലെ തന്നെ പകൽ സമയങ്ങളിൽ ഉണ്ടാവും. അതോടൊപ്പം നല്ല ശക്തമായിട്ടുള്ള തുമ്മൽ, ഇതൊക്കെ അലർജിയുള്ള ആളുകൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്നതാണ്. ഈ മൂക്കടപ്പിന് പ്രധാനപ്പെട്ട കാരണം നമ്മുടെ മൂക്കിനകത്ത് ടെർബിനേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നോർമൽ ആയിട്ടുള്ള സ്ട്രക്ചർ ഉണ്ട്. ഇത് അലർജിയുള്ള ആളുകൾക്ക് കൂടുതലായിട്ട് വലുതാവാറുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് അവർ കൂടുതലായിട്ട് ഈ മൂക്കടപ്പ് ഫേസ് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ ടെർബിനേറ്റ് ഹൈപ്പർട്രോഫി എന്ന് പറയുന്നത്. സാധാരണ ഉണ്ടാവുന്ന നേസൽ പോളിപ്പ് അല്ലെങ്കിൽ ദശയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇത് കുറച്ചുകൂടെ പിങ്കിഷ് കളറിലാണ് കാണാറ്. ദശ കുറച്ചും കൂടി വെള്ള കളറിലാണ് കൂടുതലായിട്ട് ഉണ്ടാവുക. കൂടുതൽ നമ്മൾ മൂക്കിലെത്തുന്ന പൊടി, അതുപോലെ തന്നെ മൃഗങ്ങളുടെ രോമങ്ങൾ, പൂമ്പൊടി, ഇതിനൊക്കെ ഫിൽട്ടർ ചെയ്യാൻ സഹായിക്കുന്ന ഒരു സ്ട്രക്ചറാണ് ടെർബിനേറ്റ്. അതുപോലെ തന്നെ നമ്മൾ മൂക്കിലൂടെ ഉണ്ടാകുന്ന വായു സഞ്ചാരത്തിന് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യുന്നത് ഈ ടെർബിനേറ്റ് തന്നെയാണ്. പുറത്തുനിന്ന് വരുന്ന വായുവിനെ നമ്മളെ ശരീരത്തിന്റെ താപനിലയിലേക്ക് ആക്കുകയും ശ്വസനം കൂടുതൽ എളുപ്പമാക്കുകയും ചെയ്യുന്ന ഒരു സ്ട്രക്ചറാണ് ടെർബിനേറ്റ്. അതോടൊപ്പം തന്നെ മണം അറിയുന്ന സെന്റേഴ്സിലേക്ക് വായുവിനെ ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതും ഈ ടെർബിനേറ്റ് തന്നെയാണ്. അപ്പോൾ അലർജി ഉള്ള ആളുകൾക്ക് കാലങ്ങളായിട്ട് അലർജി ഉണ്ടാകുമ്പോൾ, ബ്ലഡിൽ കൂടുതലായിട്ടുള്ള അലർജിയുടെ ഘടകങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ തുമ്മലും മൂക്കൊലിപ്പും ഒക്കെ ശക്തമാകുന്നതിന്റെ ഭാഗമായിട്ടാണ് അലർജി ഉള്ള ആളുകൾക്ക് ഇത് കൂടുതലായിട്ട് വലുതാവുന്നത്. അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് മെഡിസിൻസ് എടുത്തിട്ട് അലർജിയുടെ ഘടകങ്ങൾ ബ്ലഡിൽ കുറയുന്നതോടൊപ്പം മാത്രമേ, അതോടൊപ്പം തന്നെ അലർജിക്കുള്ള പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് നമ്മൾ കണ്ടിന്യൂസ് ആയി എടുത്താൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇത് പ്രോപ്പറായിട്ട് നമുക്ക് എന്തുകൊണ്ടാണ് മൂക്കടപ്പ് എന്ന് അറിയണമെങ്കിൽ നമ്മൾ DNE, ഡയഗ്നോസ്റ്റിക് നേസൽ എൻഡോസ്കോപ്പി ചെയ്താൽ നമുക്ക് ശരിക്കും അറിയാൻ പറ്റും ദശയാണോ അല്ലെങ്കിൽ ഈ ടെർബിനേറ്റ് വലുതായതാണോ എന്നുള്ളത് വ്യക്തമായിട്ട് നമുക്ക് അതിൽ അറിയാൻ പറ്റുന്നതാണ്. അലർജിക്ക് വേണ്ടിയിട്ട് പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ചെയ്യുന്നതിലൂടെ തന്നെ നമുക്കിത് നല്ല രീതിയിൽ കുറയ്ക്കാൻ പറ്റുന്നതാണ്.